إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുവാനും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചര്യകളെ മുറുകെ പിടിക്കാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ സാമീപ്യം സ്വീകരിച്ച അടിയുറച്ച ദാസന്മാരായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസികളുടെ മനസ്സിന് കുളിർമയേകുന്ന പരിശുദ്ധ റമദാനാണ് നാളെയോ മറ്റന്നാളെയോ ആയി നമ്മളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് വർഷത്തിലൊരിക്കൽ നമ്മോട് സമീപിക്കുന്ന ആ പരിശുദ്ധ റമദാൻ എന്ന സുന്ദരമായ മാസം ഏതൊരാളും നിസ്സംശയം നല്ല മാസമെന്ന് അംഗീകരിക്കുന്നൊരു മാസം. എന്നാൽ പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ വീട്ടുകാരും നാട്ടുകാരുമെല്ലാം അതിനെ വളരെയധികം ആവേശത്തോടെ സ്വീകരിക്കുമ്പോൾ വീട്ടിനകത്തും കുടുംബത്തിനകത്തും റമദാൻ എന്നത് ഒരുപാടധികം കുളിർമകൾ നൽകുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥയിൽ കഴിഞ്ഞ ഓരോ റമദാനും നമുക്കെന്ത് തന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടത് ഈ സമയത്ത് നല്ലതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഷഹ്റു റമദാൻ, ഇത് റമദാന്റെ മാസമാണ്. പരിശുദ്ധ റമദാനിനെ കൊണ്ട് പറഞ്ഞത് അതാണ്. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അന്നാണ് പരിശുദ്ധ ഖുർആനെ നാം ഇറക്കിയിട്ടുള്ളത്.
الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഠിനമായ ചൂട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഇസ്ലാമിന്റെ ഓരോ സൽക്കർമ്മങ്ങൾക്ക് നൽകിയ പേര് അപാരമാണ് പ്രിയപ്പെട്ടവരെ. സകാത്തിനെ വർദ്ധിക്കുന്നത്, വികസിക്കുന്നത്, ശുദ്ധീകരിക്കുന്നത് എന്ന അർത്ഥം നൽകിയപ്പോ പരിശുദ്ധ റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം ചുട്ടുകരിക്കുക എന്നതാണ്. അന്നത്തെ കാലത്ത് ഈ അറബ് മാസങ്ങൾക്ക് പേര് നൽകിയ ആളുകൾ അറിയില്ല. കഠിനമായ ചൂട് എന്ന് അർത്ഥം വരുന്ന ഈത്തപ്പഴം പോലും ആ ചൂട് കൊണ്ട് പഴുത്തു പോകുന്ന ആ മാസത്തിന് റമളാൻ എന്ന പദം പേരവർ നൽകുമ്പോൾ അവരറിയില്ല അതിത്ര കുളിർമയുള്ള മാസമാകുമെന്ന്. അത് കുളിർമയുള്ള മാസമാകുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയതോടുകൂടിയിട്ടാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ ഒരു പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. നാടും വീടും വീടകങ്ങളുമെല്ലാം ഞെട്ടിത്തരിച്ചു നിൽക്കുന്നൊരു വല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. കഴിഞ്ഞ 1-2 ജുമാകളിൽ പോലും ലഹരിയും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ സവിസ്തരം സംസാരിച്ചപ്പോ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം അതിക്രൂരമായ, തികച്ചും ഉൾക്കൊള്ളാനാവാത്ത തരത്തിലുള്ള മാരകമായ കൊലപാതകങ്ങളാണ് മുസ്ലിം കുടുംബങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ളത് എന്നത് വിസ്മരിച്ചിട്ടല്ല ഞാൻ ഈ ഖുതുബ പറയുന്നത്. സഹോദരങ്ങളെ, വിശ്വാസത്തിന് എവിടെയൊക്കെയോ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ആളുകളായി, അള്ളാഹുവിന്റെ പാർട്ടിക്കാരായി നിലകൊള്ളുന്നത് തൊട്ടടുത്തായി നമുക്ക് ജീവിക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ടാണോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള കുടുംബക്കാരുടെയും, നമ്മൾ ജനിച്ചു വീണിരിക്കുന്ന കുടുംബത്തിന്റെയും, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും അവരുടെ നേർക്കാഴ്ചകൾ നേരെയാകാൻ വേണ്ടി മാത്രം ഒരു നല്ല മനുഷ്യനായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണോ നമ്മൾ എന്ന് നമ്മൾ പരിശോധിക്കണം. മറിച്ച് അവരവരുടെ പരലോകത്തിന് അവരവരുടെ അള്ളാഹുവിനെ മനസ്സിലാക്കി ഒറ്റക്കോ കൂട്ടായ്മയായിട്ടോ ആണ് അള്ളാഹിനെ പറ്റി കേട്ടിട്ടുള്ളത്. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ കൽബകത്ത് ഈ മിമ്പറിൽ നിന്ന് പറയുന്ന ഖുതുബ തന്നെ ഉദാഹരണമെടുത്താൽ എല്ലാവർക്കും അത് ഒരുപോലെയല്ല എഫക്ട് ചെയ്യാറുള്ളത്. കുടുംബബന്ധം മുറിച്ച് പലരുമായും ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് കുടുംബബന്ധത്തെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ അത് കൊണ്ടേക്കും. അതൊരു പക്ഷെ അയാളുടെ മാറ്റത്തിന് അത് കാരണമായേക്കും. സാമ്പത്തികമായ സൂക്ഷ്മത ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് സാമ്പത്തികത്തെ പറ്റി നമ്മൾ പറയുമ്പോ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ സൂക്ഷ്മത നൽകാൻ ആ ഒരു ഖുതുബ കൊണ്ടായിരിക്കും അയാളെ ഓർമ്മപ്പെടുത്തുക. ഇങ്ങനെ ഓരോ വിഷയവും അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വാസസ്ഥലമുണ്ടല്ലോ, അപാരമായ ഫിർദൗസ് ആയിരിക്കുന്ന സ്വർഗ്ഗമാണെന്ന് ഖുർആൻ. ഖാലിദീന ഫീഹാ ലാ യബഊന അൻഹാ ഹിവല, അവർ അവിടെ നിത്യവാസികളായിരിക്കും. അവർ ഒരിക്കലും അവിടുന്ന് പോകാൻ തോന്നാത്ത വിധത്തിൽ അവിടുത്തെ സുഖം അപാരമായിരിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വിശ്വാസികൾക്കുള്ളതാണ് സ്വർഗം. താന്തോന്നികൾക്കുള്ളതല്ല സ്വർഗം. കുറ്റവാളികൾക്കും ധിക്കാരികൾക്കുമുള്ളതല്ല സ്വർഗം. കപടനായി ജീവിക്കുന്ന മുസൽമാനുള്ളതല്ല സ്വർഗം. താന്തോന്നിത്തം നടത്തി ചട്ടമ്പികളായി ഓരോ തിന്മകളിലും ആളറിഞ്ഞും അറിയാതെയും ഒഴുകി ജീവിക്കുന്ന, പബ്ലിക്കിന്റെ മുന്നിൽ സുന്ദരന്മാരായി നടക്കുന്ന ആളുകൾക്കുള്ളതുമല്ല സ്വർഗം. മറിച്ചാർക്കുള്ളതാണ് വിശ്വാസിയായി ജീവിക്കുന്നവന്. അവൻ ഒറ്റക്കായാലും ശരി, അവൻ ആളുകൾക്കിടയിലായാലും ശരി, അവൻ റൂമുകൾക്കുള്ളിലായാലും ശരി, അവനവന്റെ വാഹനത്തിൽ ഏകനായാലും ശരി, അള്ളാഹുവിനെ മാത്രം സൂക്ഷിച്ച് ഭയപ്പെട്ട് ശ്രദ്ധിച്ച് അള്ളാഹുവിനെ ആരാധിച്ച് അവന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാർക്കുള്ളതാണ് സ്വർഗം. നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ അതിൽ പെടും?
നമ്മൾ ആരൊക്കെ അതിൽ പെടും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്താണോ അല്ലാഹു അധികം നൽകിയത് അത് വെച്ചാണ് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുക. സമ്പത്ത് കുറേയുള്ളവർ ഭയപ്പെട്ടോളൂ അല്ലാഹനെ, സമ്പത്ത് കൊണ്ട് നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കും. മക്കൾ കൂടുതലുള്ളവർ മക്കളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ആരോഗ്യം നല്ലവണ്ണമുള്ളവർ ആരോഗ്യം കൊണ്ട് നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കും. കുടുംബവും സംവിധാനവും പദവിയും പത്രാസുമുള്ളവർ നിങ്ങൾ അത് വെച്ചുള്ള പരീക്ഷിക്കും. ഓരോരുത്തർക്കും ചോദ്യമുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഭൗതികമായ ഒരുക്കങ്ങളൊക്കെയായി നാളെയും മറ്റന്നാളെയും എന്ത് തിന്നു തുടങ്ങണമെന്നായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. പ്രിയപ്പെട്ടവരെ ആലോചിക്കും, കുറെ മനുഷ്യന്മാരുണ്ട് നമ്മുടെ മുന്നിൽ, ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ മുന്നിൽ. ഒരു മനുഷ്യനെ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ത്രീയോട് 4 ബന്ധങ്ങളാണ് ഉണ്ടാവുക. ഒന്നുകിൽ ആ കുടുംബത്തിലുള്ള പെണ്ണ് തന്റെ ഉമ്മയായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു പെണ്ണിനോടുള്ള ഒരുത്തന്റെ ബന്ധം അവന്റെ ഭാര്യയായിരിക്കും, അവന്റെ മകളായിരിക്കും. അതേപോലെ തന്നെ അവന്റെ ഉമ്മയോ ഭാര്യയോ മകളോ സഹോദരിയോ ആയിരിക്കും ഒരു പെണ്ണ്. മറ്റുള്ള ആളുകളൊക്കെയോ സത്യവിശ്വാസിനികളായ മുസ്ലിം സ്ത്രീകളായിരിക്കും. ഒരുപാട് സ്ത്രീകൾക്കിടയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ചുറ്റും ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും, പുരുഷന്മാരെ. ആ സ്ത്രീകൾക്കിടയിൽ ഒരു പെണ്ണ് നമ്മുടെ ഉമ്മയാണ്. ആ പെണ്ണിന് നൽകുന്ന ആദരവ് മറ്റൊരാൾക്കും നമുക്ക് പകർത്തു കൊടുക്കാൻ സാധ്യമല്ല. ആ ഉമ്മ മരിച്ചാൽ പോലും മറ്റൊരാളെയും നമുക്ക് ആ പോസ്റ്റിൽ കാണാൻ പറ്റില്ല. എന്നാൽ സ്വന്തം ഉമ്മയെ ഒരു ഹാമർ എടുത്ത് തലക്കടിച്ച് കൊല്ലാൻ ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ആ സ്ത്രീ ഒരു ഉമ്മയായിട്ടല്ല ആ സമയത്തുള്ളത്. അവന്റെ മനസ്സിൽ നമുക്കറിയാലോ, ഓരോരുത്തർക്കും ഒരു വികാരമാണ് ഓരോന്നും. ഭാര്യയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം അതൊരു വികാരമാണ്, മകളോട് നമ്മൾ കാണിക്കുന്ന കാരുണ്യം അതൊരു വികാരമാണ്, ഉമ്മയോട് കാണിക്കുന്ന ആദരവ് അതൊരു വികാരമാണ്. അതുപോലെ തന്നെ സഹോദരിമാരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും അവർക്ക് നൽകുന്ന തണലും അതൊരു വികാരമാണ്. ഈ 4 വികാരത്തിനും വ്യത്യസ്തങ്ങളായ പൾസാണുള്ളത്, അല്ലേ? ഉമ്മയെ കാണുന്നത് പോലെ ഭാര്യയെ കാണാൻ ആവില്ല ഒരാൾക്കും, ഭാര്യയെ കാണുന്നത് പോലെ പെങ്ങളെ കാണാൻ ആവില്ല ഒരാൾക്കും. എന്നാൽ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ തന്റെ ഏറ്റവും വലിയ എതിരാളിയായി ഒരു മനുഷ്യനൊരു യുവാവിന് പോറ്റു വളർത്തിയ ഒരു പുത്രന് സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവന്റെ വിശ്വാസം നിലകൊള്ളേണ്ടതായ കൽമകത്ത് ഈമാനിന്റെ ഒരു തരിമ്പുമില്ല എന്ന് മാത്രമല്ല, അവൻ മനുഷ്യത്വത്തിൽ നിന്ന് പോലും പുറത്തു പോകുന്നത്ര ലഹരിക്കടിമപ്പെട്ട് അവനല്ലാതായി മാറിയിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ഇത് അയാളിൽ മാത്രം പെടുന്നൊരു പ്രശ്നമാണ്. ഏതൊരു വസ്തുവിനെയും, ഏതൊരു ലഹരിയെയും, ഏതൊരു മോശമായ തിന്മയെയും നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റും. ആ മനുഷ്യനെ അയാൾക്ക് സ്വമേധയാ മാറാൻ പറ്റും. പറഞ്ഞ സാധനം അപകടമാണ്. മുമ്പ് കുത്തുബിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചോളി, എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരുണത്തിലുള്ള ഒരു സംഭവം നമ്മുടെ വീടിനകത്തും കുടുംബത്തിലും എത്താതിരിക്കാൻ അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. വളരെ പ്രയാസകരമാണ് കാര്യം. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഡി അഡിക്ഷൻ സെന്ററിൽ കഴിഞ്ഞ മാസം പ്രവേശിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെപ്പറ്റി പരിചയപ്പെട്ടപ്പോ കേട്ടതെന്താ, റമദാനിൽ സജീവമായിട്ട് നോമ്പ് നോൽക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും ചെയ്ത പയ്യനാണവൻ. പക്ഷെ MDMA കഴിച്ചിട്ടുണ്ട് അത്രേ ഓൻ തറാവീഹ് നമസ്കരിച്ചിരുന്നത്. MDMA അടിച്ചിട്ടാണ് അത്രേ ഓൻ തറാവീഹ് നിസ്കരിക്കും. നമ്മളൊക്കെ ഈ നോമ്പ് തുറന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന പോലെ ഓൻ എന്ത് ചെയ്തു, നോമ്പ് തുറന്നിട്ടോ MDMA അടിച്ചു. നോമ്പ് നോറ്റിട്ടുണ്ടോ എന്ന് വെച്ചാൽ നോമ്പ് നോറ്റിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, ഒരു ക്ഷീണവും ഇല്ലാതെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കള്ളന്മാര് പോലും ഉറങ്ങിപ്പോകുന്ന സമയമാണ് ഈ രാത്രിയുടെ അന്ത്യയാമം. 2:30-3 മണിക്ക് ശേഷം ഏത് കള്ളനും ഉറങ്ങും, ഏത് ഉറക്കമൊഴിഞ്ഞ് ഡാൻസ് കളിച്ച സ്ത്രീയും ഉറങ്ങും, ഏത് ഉറക്കമൊഴിഞ്ഞ് പാട്ടുപാടിയ ഗായകനും ഉറങ്ങും. എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. പക്ഷെ ആ സമയത്തും ഈ ചെറുപ്പക്കാർക്ക് നിങ്ങൾ വാഹനത്തിന്റെ സ്റ്റയറിംഗ് കൊടുത്തോളൂ, അവൻ ഉറങ്ങില്ല. അവനുറങ്ങാതെ എത്ര
എത്ര കിലോമീറ്റർ വേണമെങ്കിലും അവൻ ഡ്രൈവ് ചെയ്യാൻ റെഡിയാണ്. കാരണം എന്താ? മരുന്ന് വേറെതാണ്. ഹൈപ്പോതലാമസിൽ, മസ്തിഷ്കത്തിൽ, സെറിബെല്ലത്തിൽ ഉറങ്ങണമെന്നുള്ള സംവേദനം നൽകേണ്ടതായ മെസ്സേജുകൾ നൽകേണ്ടതായ അതാ മെസ്സേജിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായ സിസ്റ്റം മൊത്തം ഓഫാണ്. അവിടേക്കൊന്നും ആ മെസ്സേജുകൾ പോകുന്നില്ല. ഉറക്കമെന്നത് എന്താണെന്ന് അവൻ അറിയില്ല, പ്രത്യേകിച്ച് രാത്രിയിൽ. അത്തരുണത്തിൽ ഇത് അഡിക്ഷനായി, അത്തരുണത്തിൽ ഇത് മാരകമായി ബാധിക്കണം നമ്മുടെ മക്കളെ. അതുകൊണ്ട് ഇതിന്റെ സാമ്പിളുകൾ പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾ കാണരുത്, തുടരുത്, രുചിക്കരുത്. ഹുത്തുബ പോലും അറിയാൻ പേടിയാണ് കുട്ടികളെ മുന്നിൽ. ഇതെന്താണെന്ന് പരിശോധിക്കും. ചിലപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കും, ഇതെന്താണ്, ഇതെങ്ങനെയാണ്, അതുപോലും ഭയപ്പെടുകയാണ് നമ്മൾ. അത്ര പ്രതിസന്ധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാരകമായ തിന്മയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ വെറുതെ നടന്നാൽ പോരാ. ഖുതുബയിൽ നമ്മളൊരു 150 ആൾ 200 ആൾ വന്നിട്ട് ആമീൻ പറഞ്ഞാൽ പോരാ. നമ്മളെല്ലാവരും പ്രവർത്തിക്കണം, എല്ലാവരുടെ വായിൽ നിന്നും സംസാരം വരണം, എല്ലാവരും ചർച്ചയാക്കണം. എല്ലാ കുടുംബത്തിലും ഇത് പബ്ലിക്കിൽ പുറത്തായിട്ട് സംസാരിക്കണം. സ്വകാര്യത്തിൽ ഓനൊക്കെ ഉണ്ടയിക്കും അല്ലാഹു ആയാലും എന്ന് പറഞ്ഞാൽ പോരാ, വിളിച്ചിട്ട് ചോദിക്കണം. ഇത്ര അപകടമാണ് മോനെ, നീ അറിയാതെ നീ ഇന്ന നിലക്ക് എത്തിപ്പോകും മോനെ. എല്ലാവരോടും അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞേക്കുക. ഈ ലഹരി ഇങ്ങനെ കുത്തൊഴുകി നടക്കുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിട്ട് നമ്മുടെ മക്കളോട് അതിനെപ്പറ്റി ഒരു വർത്താനം പറയാതെയാണ് രക്ഷിതാവെ നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അവൻ കേടുവന്നാൽ ഏറ്റവും വലിയ ഉത്തരവാദി. നിങ്ങൾ നോക്കിയേ, ഈ അപകടങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ എല്ലാവരും അവസാനത്തുന്ന എവിടെയെന്നറിയോ? രക്ഷിതാക്കൾ ശ്രദ്ധിക്കേറ്റാണ്, വീട്ടുകാർ തുടക്കത്തിലെ ശ്രദ്ധിക്കേറ്റാണ് അവിടേക്ക് എത്തുന്നത്, അവിടേക്കാണ് എത്തുക. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ഇത്യാദി കാര്യങ്ങൾ ആലോചിച്ച് നമ്മളാകെ മാനസികമായി സ്തബ്ധരായി നിൽക്കുന്നൊരു വല്ലാത്ത സാഹചര്യമാണിത്. അവിടെ നിന്ന് ഈമാൻ തുളങ്ങുന്ന ഒരു വ്യക്തിയായി ഒരു മനുഷ്യൻ മാറിയെടുക്കുക എന്നത്, മാറ്റപ്പെടുക എന്നത് വലിയ ദൗത്യമാണ്. എല്ലാവരും മുഴുസമയത്തും അള്ളാഹനെ ഓർക്കുക. അള്ളാഹനെ പറ്റി പറയുന്നില്ലാരും. അള്ളാഹനെ പറ്റി സംസാരിക്കുന്നുണ്ടോ? അള്ളാഹു ആരാണെന്ന് നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ മക്കൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ച് നടക്കുക നമ്മൾ. അള്ളാഹു എന്താണെന്ന്, അള്ളാഹുവിന്റെ കാഴ്ച ശക്തി എത്ര, അള്ളാഹു എങ്ങനെയൊക്കെ അറിയുന്നവനാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലേ ഇതെല്ലാം. ഇതൊക്കെയും ആവർത്തിച്ച് കേട്ടവരായിരുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ. ഇന്നത്തെ നമ്മുടെ മക്കൾ എത്ര തവണ കേൾക്കുന്നുണ്ട് അള്ളാഹനെ പറ്റി? അള്ളാഹനെ പറ്റി പറയാൻ ആളില്ല, അള്ളാഹനെ പറ്റി സംസാരിക്കാൻ ഇടങ്ങളില്ല, അള്ളാഹനെ പറ്റി ചർച്ച ചെയ്യാൻ, അള്ളാഹനെ പറ്റിയുള്ള ഒരു വീഡിയോ കാണാൻ ആളുകൾക്ക് നേരമില്ല. എന്നാലോ അവന്റെ വായുവും വെള്ളവും അവന്റെ കാരുണ്യത്തിന്റെ നിഴലിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളെ പബ്ലിക്കിന്റെ മുന്നിൽ വരുത്താതെ, മറ്റൊരു ശിക്ഷയും നൽകാതെ, ദുനിയാവിൽ നമ്മളെ ഇകഴ്ത്താതെ, ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ഇന്നും റിസ്ക് തന്നുകൊടുക്കുകയാണ് ഈ കാരുണ്യവാൻ. കുറ്റം ചെയ്യുന്ന എല്ലാവർക്കും നിസ്കരിച്ചവന് നൽകുന്നത് പോലെ നിസ്കരിക്കാത്തവന് നൽകുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എല്ലാ കാലത്തും അതങ്ങ് ആസ്വദിച്ച് കളഞ്ഞേക്കാമെന്ന് വിചാരിക്കേണ്ടാരും. ദുനിയാവിൽ അള്ളാഹു എല്ലാ മനുഷ്യരും അള്ള പടച്ചതാണ്, അവന്റെ ദാസന്മാരായി. ചില ആളുകൾക്ക് അള്ളാഹു നേരത്തെ ഹിദായത്ത് നൽകും, ചില ആളുകൾക്ക് വൈകിയിട്ടായിരിക്കും നൽകുക. ഹിദായത്ത് കിട്ടിയ ആളുകൾക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, കിട്ടാത്ത ആളുകൾക്ക് തന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കണേ എന്ന് അള്ളാഹ് നമ്മെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ദുനിയാവിന്റെ ഒരു പോക്ക്. അപ്പോൾ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ ചില ആളുകൾ രക്ഷപ്പെട്ടേക്കാം, ചില ആളുകൾ അല്ലാഹു വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നരകത്തിലേക്ക് വേണ്ടിയിട്ട് പടക്കപ്പെട്ട മനുഷ്യന്മാരുമുണ്ട്, ജിന്നുകളുമുണ്ട്. നരകത്തിലേക്ക് കത്തിക്കാനായിട്ടുള്ള പടച്ച കൂട്ടർ മനുഷ്യന്റെ കൂട്ടത്തിലുണ്ട്, ജിന്നിന്റെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പറയാം, ചില ആളുകൾ അതിനു വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും ദീനെത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മളെല്ലാവരും ഈ ബാംഗ്ലൂർ സിറ്റിയിൽ സ്റ്റേജ് കിട്ടി പറയാനല്ല, നമ്മളുടെ ചുറ്റുപാടും നിൽക്കുന്ന ഒരു മനുഷ്യവ്യൂഹമുണ്ട്. ആ മനുഷ്യവ്യൂഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ടവർ നമ്മളാണ്. സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഫാക്ടറികൾ നടത്തുന്നവർ, വെയർ ഹൗസുകൾ നടത്തുന്നവർ, സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഒരുപാട് കൂട്ടുകുടുംബങ്ങളിലേക്ക് ചേക്കേറി ചെന്ന് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവർ ദീന് പറയുന്നവരായിട്ട് മാറണം. നമ്മളൊക്കെ ഭൗതികമായിട്ട് ഫാഷനിലേക്ക് നമ്മൾ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫോൺ നമ്മളിങ്ങനെ റീൽസുകൾ ഓപ്പൺ ആക്കിയാൽ എന്തൊക്കെയാ കാണുന്നത്? ദുനിയാവിൽ ജീവിക്കാനുള്ള പളവളപ്പ് കിട്ടാനുള്ള എല്ലാം. പണ്ട് കോസ്മെറ്റിക്സുകളൊന്നും പാടില്ല എന്ന് ഒരു വരിയിൽ പ്രസംഗിച്ചാൽ ശരിയാണെന്ന് അംഗീകരിച്ച കുടുംബക്കാർ ഇപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ, കാക്കപ്പുള്ളി നോക്കിയാൽ കുഴപ്പമുണ്ടോ?
ഇന്നെന്നാ കുരുവോക്കിയ കുഴപ്പമുണ്ട്, അതിനൊക്കെ മരുന്നും ട്രീറ്റ്മെന്റും. എന്നിട്ട് എന്ത് ചെയ്യണേ? പോളിഷ് ചെയ്തെടുക്കുകയാണ്. ഷോറൂമുകളിലെ സ്റ്റാച്യുവിനെ തോൽപ്പിക്കുന്ന രൂപത്തിൽ, ഷോറൂമുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്റ്റാച്യുവിനെ തോൽപ്പിക്കുന്ന തരത്തിൽ പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിനെ നമുക്ക് നേരമുള്ളൂ. എല്ലാവരും മുടിയും നഖവും കാലും എല്ലാം നന്നാക്കുന്ന തിരക്കിലാണ്. ആർക്കു വേണ്ടിയിട്ടാ പ്രിയപ്പെട്ടവരെ? ആർക്കു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു മാരക രോഗം വന്നാൽ, അല്ലെങ്കിൽ കബറിന്റെ അടുക്കൽ കബറാളിയായി നീ എത്തുന്ന സമയത്ത് ഇതൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. ഒന്ന് ഒരൽപ്പം അസുഖം വന്ന് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളൊന്ന് ശോഷിച്ച് ശുഷ്കിച്ച് ഓരോ മയ്യത്തുകളും നമ്മൾ കണ്ടതാണ്. നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരനെയും സുന്ദരിയെയും മയ്യത്തായി കിടക്കുന്ന രൂപം നമ്മൾ കണ്ടതാണ്. കവിളുകളൊട്ടി തോലുകളെല്ലാം ചുളിഞ്ഞ് വളരെ വികൃതമായ രൂപത്തിൽ ഇങ്ങനെ പോകേണ്ടവരാ നമ്മള്. ഈ ദുനിയാവിന്റെ ഓരോ പളവളപ്പിൽ നമ്മൾ ഇങ്ങനെ എൻഗേജ് ആവുകയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹനെ മറന്നുപോവുക. അള്ളാഹനെ മറന്നവരാകരുത് നമ്മളാരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആരെയും മറന്നിട്ടില്ല. നമ്മളൊക്കെ ഒരു കാലത്ത് നല്ല ദീനുള്ളവരായിരുന്നു, അള്ളാഹ്ക്കറിയാം. ഇന്ന് നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ട് എന്നതിലും അള്ളാഹു അശ്രദ്ധനല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ നങ്കൂരമിട്ട് കടന്നു വരും. ഓരോ പ്രതിസന്ധികൾ, നല്ല മനുഷ്യന്മാർക്ക് തന്നെ ഒരുപാട് പരീക്ഷണം വരും. മറ്റുള്ള ആളുകളുടെ കാര്യം വളരെയധികം വിചിത്രമായിരിക്കും, വളരെയധികം പ്രയാസകരമായിരിക്കും. അത്തരുണത്തിലാണ് നമ്മൾ ഈ സമയത്ത് അത്തരം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞ കുടുംബങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ദീനിന്റെ പിന്നെ എന്താ പറയാ, ആ ഒരു സാന്നിധ്യം എത്ര ഉണ്ട് നിങ്ങൾ ആലോചിക്കും. ഖുർആൻ ആരെങ്കിലും ഓടാറുണ്ടോ? ഇപ്പൊ നാളെ എല്ലാവരും പൊടിതട്ടും. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആനാണ് ഒരു കുടുംബത്തിന്റെ റിസ്ക് പോലും എത്തിക്കുന്നതിൽ ഖുർആൻ പാരായണത്തിന് പിന്നെ എന്താ പറയാ റോളുണ്ടെന്നാണ്. പരിശുദ്ധ ഖുർആൻ നല്ലോണം പാരായണം ചെയ്യാൻ. പിശാച് നമ്മളെ ഉറക്കും, പിശാച് നമ്മളെ അലസന്മാരാക്കും, ഖുർആൻ പഠിപ്പിക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഇന്നു മുതൽ പരിശുദ്ധ ഖുർആൻ കൈകളിലുള്ള പാരായണം ചെയ്യുന്നവരായിട്ട് മാറണം. ഇതൊരു റമളാന്റെ ഒരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഈ സമുദായത്തെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്ന് ഇറക്കിയ മഹത്തായ കലാമാണ്. ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേട്ടപ്പോഴാണ് ഈ പറഞ്ഞ ജാഹിലിയ്യത്തിൽ കട്ടപിടിച്ച കൂരിരുട്ടിൽ അള്ളിപ്പിടിച്ച ജനതയെ, 0 ഡിഗ്രിയിൽ ജീവിച്ച ജനതയെ ഏറ്റവും വലിയ ഉദാത്തമായ ഉമ്മത്താക്കി മാറ്റിയത് ഈ ഖുർആനാണ്. ആ ഖുർആന്റെ നിയമങ്ങളും ആ ഖുർആന്റെ നിർദ്ദേശങ്ങളും അവഗണിക്കുന്നിടത്താണ് ഈ പറഞ്ഞ എല്ലാ അപകടവും ഉണ്ടാകുന്നത്. എല്ലാ അപകടവും. നമ്മൾ കുറച്ച് തിന്മകൾക്ക് ചെറിയൊരു സമ്മതം നമ്മൾ കൊടുക്കും, കുറച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുക. ആ ഒരൊറ്റ ടിക്കറ്റിലാണ് ഇത് കൂടിയിട്ട് വരിക. ആ ഒരു ചെറിയ, നിങ്ങൾ മുമ്പ് അന്ന് പാടിയിരുന്നല്ലോ, ഇപ്പൊ എന്താ ഞങ്ങൾക്ക് പാടുന്നതിന് ചോദിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല. അന്ന് നിങ്ങൾ ഇന്ന ആദ്യമായിട്ട് സിനിമ കൊണ്ട് നിങ്ങളല്ലേ, ഇപ്പൊ എന്താ അതൊരു ഹറാമായതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല. മദ്യപാനം ഹറാമാണെന്ന് നമ്മൾ എഴുതുമ്പോൾ മദ്യപാനം ഹറാമാണെങ്കിൽ പലിശ ഹറാമല്ലേ, നിങ്ങൾ ആളുകൾ പലിശ കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയില്ല. ലഹരി പാടില്ല എന്ന് നമ്മൾ പ്രസംഗിക്കും. ആളുകൾ ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ, മദ്യപിക്കുന്നവരില്ലേ, പുകവലിക്കുന്നവരില്ലേ, ഇന്നത്തെ തിന്നുന്നവരില്ലേ, ഒന്നും പറയാൻ കഴിയില്ല. നമ്മളെ മക്കൾ നമ്മളോട് ചോദിക്കും, പാപ്പാ നിങ്ങളല്ലേ എനിക്കിത് ആദ്യം പഠിപ്പിച്ചത്, നിങ്ങളല്ലേ ഇതാദ്യം നിർത്തേണ്ടത്, കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ കുട്ടികളെ, നിനക്കൊരു കൗൺസിലിംഗ് ഞങ്ങൾ സെറ്റാക്കിട്ട് ചോദിക്കുമ്പോൾ മോന്റെ വായിന്ന് വരുന്നുണ്ടറിയോ, നിങ്ങൾ ആദ്യം എന്റെ വാപ്പക്ക് അത് ചെയ്തു കൊടുക്കുന്നത്. വാപ്പാക്കാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. വാപ്പ ഒരു എതിരാളിയായിട്ട് മാറുകയാണ്. ആരാണ് ഈ വാപ്പ? ആരാണ് ഈ വാപ്പ? ആരാണ് ഈ വാപ്പ? ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ച് ആർക്ക് വേണ്ടിയിട്ട്? താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനും അതിലുണ്ടായ മക്കൾക്കും വേണ്ടിയിട്ട് അവരുടെ രാത്രിയിലെ അവർക്ക് ലഭിക്കേണ്ടത് എന്താണോ അത് കണ്ടെത്താൻ എന്ത് പണിയാണോ എടുക്കേണ്ടി വരിക അതെടുക്കുന്നവൻ. ആ വാപ്പനെയാണ് കൊല്ലുന്നത്, ആ ഉപ്പാവയെയാണ് കൊല്ലുന്നത്. നമ്മളൊക്കെല്ലാവരും മനസ്സിലാക്കുക, മാതാപിതാക്കളുടെ ലാളനയെക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ ലാളന കിട്ടിയത് നമ്മുടെ ഉപ്പാവയിൽ നിന്നും ഉമ്മാമയിൽ നിന്നുമായിരിക്കും. അങ്ങനത്തെ ഉമ്മാമയെയാ കൊല്ലുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീന് കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബം അപമാനിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഖുർആൻ പാരായണം ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി നൽകിയ മക്കളെ ചേർത്ത് പിടിക്കുക, അവരുമായിട്ട് ദീനീ ചർച്ചകൾ, ദീന് ചർച്ച ചെയ്യട്ടല്ലെടുത്ത്. ഏതൊക്കെ വീട്ടിലുള്ള ദീന് ചർച്ച ചെയ്യുന്നവർ?
അത് നമുക്കൊരു പറ്റാത്തൊരു സാധനമായിട്ട് മാറുകയാണ്. അതൊരു പറ്റാത്ത സാധനമായിട്ട് മാറുകയാണ്. എന്നിട്ട് ആളുകൾക്ക് മുന്നിൽ ദീനും ദീന് കൊണ്ടു നടക്കുന്ന ആൾക്കാരെയും ഒരു എന്താ പറയാ ഡിസ്പോസിബിൾ ആയിട്ടൊന്ന് ബഹുമാനിക്കും, താൽക്കാലികമായിട്ട് ഭയങ്കരമാക്കും. വേറൊന്നിനും ഒരു പറ്റൂല. ബാക്കി എല്ലാത്തിനും അടിച്ചു പൊളിക്കാൻ അവർക്ക് ആവശ്യമുള്ളൂ. നമുക്കൊക്കെയും അത്തരണത്തിൽ ദീനിനെ ഒരു രണ്ടാം ഘട്ട സാധനമായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരുങ്ങാൻ കഴിയാത്തത്. ഭൗതികമായും സാങ്കേതികമായും ഒരുങ്ങുന്ന നമുക്ക് ആത്മീയമായിട്ട് ഒരുങ്ങാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ തടസ്സം ഇതാണ്. നമ്മളെ ദീനിന്റെ ഇസ്സത്ത് നമുക്കറിയാത്തതാണ്. നമ്മളെ ദീന് ലഭിക്കുന്ന ഇസ്സത്ത് പ്രിയപ്പെട്ടവരെ ചെറുതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ദീനിലാണ് ഇസ്സത്ത്. അല്ലാഹുക്കുള്ളതാണ്, റസൂലിനുള്ളതാണ്, മുസ്ലിമീങ്ങൾക്കുള്ളതാണ്, മുഅ്മിനുകൾക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നിട്ടുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅകും മിനല്ലാഹി ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഖുർആനെ കൊണ്ട് പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫയാണ് ഈ ഖുർആൻ. നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് രോഗമാണ്? ചില കൂടുതൽ ആളുകൾക്കുണ്ടാകുക കാപ്പറ്റിയാണ്. നല്ലോലാന്ന് പുറത്തത്തെ ഫ്രെയിമിൽ കിട്ടുകയും വേണം, ചീത്തര അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ വേണം തന്നെ. അങ്ങനെ ജീവിക്കുന്നവരാ പലരും. അസൂയയും അഹങ്കാരവും കിബിറും പ്രതികാരവാഞ്ചയും മാത്സര്യബുദ്ധിയും വിട്ടുവീഴ്ചക്കുറവും സഹാനുഭൂതിക്കുറവും സഹവർത്തിത്വക്കുറവും എല്ലാം ഉള്ളവരാ നമ്മൾ. നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിലുള്ള വാസ്വാസടക്കമുള്ള പേടിയടക്കമുള്ള അനാവശ്യമായ സംശയമടക്കമുള്ള താല്പര്യക്കുറവടക്കമുള്ള അലസതയടക്കമുള്ള മാനസികമായ എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് ഖുർആൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനെയാണ് നമ്മൾ നെഞ്ചിലേറ്റേണ്ടത്. ആ ഖുർആനെ നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കാരണം ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലായി ഇത് ജീവിച്ച് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ഇറക്കി കൊടുക്കുന്നത്. ആ സമുദായം അത് നെഞ്ചേറ്റിയത് ചെറുതായിട്ടല്ല, അവരെല്ലാവരും ഉത്തമരായിട്ട് പിന്നീട് അറിയപ്പെട്ടത്. അബൂദർ ഗഫാരി റഹിമഹുല്ലാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, അലൈക ബിതഖ്വല്ലാഹ് ഫഇന്നഹു റഅസുൽ അംരി കുല്ലി. അബൂദറേ, നീ തഖ്വയുള്ളവനാകണം. അതാണ് എല്ലാറ്റിന്റെയും ഹെഡ്. അതാണ് തഖ്വയുള്ളവനാകുക എന്നുള്ളത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, അലൈക ബിതിലാവത്തിൽ ഖുർആൻ ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർള് വദുഖ്റുൻ ലക ഫിസ് സമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അത് നിങ്ങൾക്ക് ഭൂമിയിൽ പ്രകാശമാണ്. ജീവിതം മുഴുക്കെ തപ്പിത്തടയുന്ന ആൾക്കാരോടാണ് പറയുന്നത്, ഖുർആൻ പാരായണം നിനക്ക് വെളിച്ചമേകും. അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കതൊരു സമ്പാദ്യവുമാണ്. അലിയാർ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫഇന്നഹാ സതകൂനു ഫിത്ന. ഒരു ഫിത്ന വരാനുണ്ട് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ ഫഖുൽതു മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരീ. പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഖാല കിതാബുല്ലാഹ് ഫീഹി നബഉ മാ കാന ഖബ്ലകും വ ഖബറു മാ ബഅദുകും. അല്ലാഹുവിന്റെ ഗ്രന്ഥമല്ലാതെ മറ്റൊരു ഗ്രന്ഥമില്ല രക്ഷാമാർഗം. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വിവരമുണ്ടതിൽ, നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വിവരവുമുണ്ടതിൽ. എന്നിട്ട് പറഞ്ഞു, വഹുക്കുമു മാ ബൈനകും, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളുടെ വിധി അതിലുണ്ട്. വഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസ്ൽ, അത് തമാശയല്ല, കാര്യഗൗരവമുള്ള തീരുമാനമെടുക്കുന്ന ഗ്രന്ഥമാണ്. മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, അതിനെ പഠിച്ചു മനസ്സിലാക്കിയ ശേഷം ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അല്ലാഹു അവനെ നശിപ്പിക്കുന്ന. ഇത് പഠിച്ച് മദ്രസയിൽ പഠിച്ച് അറബി കോളേജിൽ പഠിച്ച് അല്ലെങ്കിൽ വലുതായപ്പോ കുറെ ഖുർആൻ ക്ലാസ്സിലൊക്കെ പഠിച്ച് പിന്നീട് അത് ഉപേക്ഷിച്ചവനെ അല്ലാഹു നശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ദീൻ എവിടുന്ന് നമ്മൾ കൈവിടുന്നു, അല്ലാഹു നമ്മൾ അവിടുന്ന് കൈവിടും. അല്ലാഹു നമ്മളെ നശിപ്പിക്കുന്ന. വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒന്നിൽ നിന്ന് നമ്മൾ സന്മാർഗം തെരഞ്ഞു നടന്നാൽ അല്ലാഹു അവനെ വഴിപിഴപ്പിക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒന്നിനെ അവലംബാക്കുക. എല്ലാരും ശ്രദ്ധിച്ചോളി. ചില പള്ളികളിലൊക്കെ പോയാൽ ഖുർആൻ കാണൂല, പല വകയാ പിന്നെ കാണുന്നത് അല്ലേ? ഫലായിലെ നമാസ്, ഫലായിലെ ആമാല്, 333 വക, മറ്റേത് എല്ലാം മുന്നിലുണ്ടാവും. അല്ലാഹുവിന്റെ കലാമില്ല അവിടെ. ആളുകൾ വായിക്കുന്ന കൈകളിൽ, ഉസ്താദുമാരുടെ പോക്കറ്റുകളിൽ, അവരുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ ഖുർആനില്ല. ഈ പറഞ്ഞ തോന്നിയാസ് എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ കിതാബുകൾ അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കാനും കൊണ്ടെടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. വയസ്സായി മരിക്കാൻ കിടക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്ക് പോലും കുട്ടികൾ എത്തിച്ചു കൊടുക്കുന്നത് ഈ സാധനമാണ്. ഇത് ഓടിച്ച് മരിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ആരെങ്കിലും വിശുദ്ധ ഖുർആൻ അല്ലാത്തതിൽ നിന്ന് സന്മാർഗം തെരഞ്ഞാൽ അള്ളാഹു അവനെ വഴിപിഴപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ നുവല്ലിഹി മാ തവല്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى. അവൻ തിരിഞ്ഞിടത്തേക്ക് അള്ളാഹു അവനെ തിരിക്കുന്ന. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഓരോരുത്തരും അവരവർ സ്വയം നന്നാകാത്ത കാലത്തെടുത്തോളം, നന്നാകാൻ പുറപ്പെടാത്ത കാലത്തെടുത്തോളം അള്ളാഹു അവരെ മാറ്റൂല എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ സ്വന്തം എന്തായാലും നന്നാവൂല. ഒറ്റയ്ക്ക് എവിടെ പോയാലും നമ്മൾ തിന്മയെ ചെയ്യുന്നത്. ഒരു തട്ടുകട കിട്ടിയാൽ മതി, അതെങ്ങനെ തിന്മാക്കാൻ നമ്മൾ ചിന്തിക്കുക. ഒരു തട്ടുകട കണ്ടാൽ മതി, അപ്പൊ തോന്നുന്നത് ഒരു സോഡ കുടിക്കാനല്ല തോന്നുന്നത്, അതിന്റെ പിന്നിൽ പോയിട്ടൊരു ഇത് കൊടുക്കാൻ, തീ കൊടുക്കാൻ അല്ലേ? ഇടത്തും വലത്തും നോക്കിയിട്ട് എത്ര റിസ്ക് എടുത്തിട്ടാ പല ആളുകളും മനുഷ്യന്മാര് കാണൂല എന്ന് ഉറപ്പിട്ടിയാൽ മതി. എന്നിട്ട് തന്നെ മനുഷ്യന്മാര് കണ്ടിട്ടാ ഈ മിമ്പർ എന്ന് പറയുന്നത്. നിന്റെ റബ്ബ് കാണൂടോ നിന്നെ? നീ കാണുന്ന നമ്മളെല്ലാം കാണുന്നുണ്ടോ? നമ്മൾ കാണാത്ത എത്ര ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ പോലും നമ്മളെ ഫുള്ള് കണ്ടിട്ടില്ല. നിന്റെ നാഥനാണ് നിന്നെ ജനിപ്പിച്ചത്. നിന്റെ വാപ്പയും ഉമ്മയും നിന്നെ കാണാത്ത അന്ന് ആ 10 മാസം നിന്റെ നാഥനാ നിന്നെ പോറ്റിയതും കണ്ടതും അല്ലേ? ആ പടച്ചോനിയെ പറ്റിക്കുക അത് പ്രശ്നമില്ല നമുക്ക്. മുമ്പ് ആളുകൾ അള്ളാഹുവല്ല ഭയപ്പെടുന്നത്. കണ്ണൂരിൽ ഒരു സ്ത്രീ ഒരു വ്യഭിചാര കേസിൽ പെട്ടു. കുടുംബക്കാരൊക്കെ സത്യം ചെയ്യിച്ചു. ഒരു സത്യത്ത് പറഞ്ഞു, ഇല്ല, വല്ലാഹി ഞാനില്ല. അള്ളാഹിനെ പിടിച്ച സത്യം, വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അർത്തക്കപ്പള്ളിയിൽ ഒരു പള്ളിയുണ്ട്, അവിടുത്തെ ദർഗയിൽ കൊണ്ടുപോയി അർത്തക്കപ്പള്ളിയിൽ നീ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ വിശ്വസിക്കാം. അർത്തക്കപ്പള്ളിയിൽ പോയിട്ട് സത്യം ചെയ്യാൻ പറഞ്ഞപ്പം മുപ്പത്തിക്ക് പറയാൻ കഴിയുന്നില്ല. ഇയാൾ കരഞ്ഞുപോയി. അള്ളാഹിനെ കാട്ടി പേടിയാണത് അവർക്ക്. മഖബറകളിൽ, ജാറങ്ങളിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു സമുദായത്തിൽ നിന്നാണ് ഈ പറഞ്ഞ കേസുകളൊക്കെ പുറത്തു വരുന്നതെന്ന് മറക്കാൻ പാടില്ല. ആഴ്ചയിലെ നിങ്ങളറിയോ, ആഴ്ചയിൽ സ്ഥിരമായിട്ട് ഖുതുബക്ക് വരുന്ന യുവാക്കളുണ്ട് ഇവിടെ. എല്ലാ ഫ്ലോറുകളിലും തേടി വരുന്നവരുണ്ട്. എന്റെ മതമല്ല പറയുന്നത്. ഈ മിമ്പറിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ഒരു വാക്ക് കിട്ടും. ഖുതുബ കഴിഞ്ഞ് പുറത്തുപോയി എവിടെയായിരുന്നു ഖുതുബ എന്ന് ചോദിച്ചാൽ BTM എന്തായിരുന്നു ഇന്ന് വിഷയം എന്ന് ചോദിച്ചാൽ അന്തസ്സായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇന്ന് ലഹരി പറഞ്ഞിരുന്നു, റമളാനെ പറ്റി പറഞ്ഞിരുന്നു, ഖുർആനെ പറ്റി പറഞ്ഞിരുന്നു. എന്നാൽ നമുക്ക് സ്വായത്തമല്ലാത്ത, നമുക്ക് മനസ്സിലാകാത്ത, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ ഈ പറഞ്ഞ സാധനങ്ങൾ വിളമ്പിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂ. വൈകാരികമായി എത്ര സംസാരിക്കാറുണ്ട്. എനിക്ക് തന്നെ പിടുത്തം കിട്ടാത്ത വിധത്തിൽ നമ്മൾ പറയാറില്ലേ? എത്ര ആളുകളുടെ കണ്ണുകൾ നനയാറുണ്ട്, എത്ര ആളുകളുടെ ഹൃദയങ്ങൾ ഈറനണിയാറുണ്ട്, എത്ര ആളുകളുടെ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറുള്ള ഹൃദയധ്വനികൾ എത്രയെണ്ണം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതര മഹല്ലുകൾ സൂക്ഷിച്ചോ എല്ലാവരും. അറബി ഖുതുബ തന്നെ വേണമെന്ന് വാശി പിടിച്ച് യുവാക്കൾ അണിനിരത്തി എത്ര കൊല്ലം ഖുതുബ നടത്തിയാലും മാരകമായ ലഹരിയും മാരകമായ വ്യഭിചാരവും പലിശയും കൊലപാതകവും ആ മഹല്ലുകളിൽ വസിക്കുന്ന ആളുകളിൽ അധികമായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഓർക്കാണ് തസ്കിയത്ത് വേണ്ടത്. നമ്മൾ സ്വന്തം എങ്ങനെയെങ്കിലും നന്നാകാനുള്ള ഒരു പശ്ചാത്തലം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നെ ഖുതുബ ഇത്ര മണിക്കൂർ അധികം എന്തിനാണെന്നറിയോ? ഇവിടത്തെ ഈ ബാംഗ്ലൂരിലെ നിവാസികളായ യുവാക്കളെ രക്ഷപ്പെടുത്താൻ. അതിനാ 20 മിനിറ്റ് അധികം ഖുതുബ പറയുന്നത്. കാരണം മറ്റൊന്നും നിങ്ങൾക്ക് കിട്ടൂല. ബോധപൂർവ്വമാണ് ഖുതുബ വലുതാക്കുന്നത്. എന്തിനാ? എങ്ങനെയെങ്കിലും ഒരു യുവാവ് രക്ഷപ്പെടണം. ഒരു യുവാവ് രക്ഷപ്പെട്ടാൽ അവന്റെ സിരകളിലോടുന്ന രക്തം എവിടെയൊക്കെയുണ്ടോ ആ കുടുംബത്തെ അവൻ കാക്കും, ഉറപ്പാണ്. കാരണം നരക അത്ര ഭയാനക പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, നരകം മലക്കുകൾക്ക് വെച്ചതല്ല. നരകം മീകായിൽ ചിരിക്കാതെ നടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ, എന്താ മീകായിൽ ചിരിക്കാത്തതെന്ന്? ജിബ്രീൽ എന്താ മറുപടി പറഞ്ഞത്? മീകായിലിനെ അള്ളാഹു ഒരിക്കലും നരകം കാണിച്ചു. നരകത്തിന്റെ ആ ഭീമത്സകത, നരകത്തിന്റെ ആ ഭീമാകാരത്വം കണ്ടിട്ട് മീകായിലിന്റെ ചിരി നിന്നുപോയി. മലക്കേക്ക് പടച്ചതല്ല നരകം. മലക്കേക്ക് അങ്ങനത്തെ ഒരു പ്രയാസമില്ല. ജിന്നുകൾക്കും ഇൻസുകൾക്കും പടച്ചിട്ടുള്ളതാണ് നരകം. ആ മീകായില് നരകം കഴിഞ്ഞ് കണ്ട് പേടിച്ചിട്ട് മീകായിലിന്റെ ചിരി മൂത്തുനിന്ന് മാഞ്ഞുപോയി. അത്ര ഭയാനകമാണ് നരകം. ആ നരകത്തെ തിരിച്ചറിഞ്ഞവർ അവരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ രക്ഷപ്പെടുത്തും, പ്രിയപ്പെട്ട യുവാക്കളെ രക്ഷപ്പെടുത്തും. ഒരു മോനും ഒരു മക്കളും ഈ പറഞ്ഞ ലഹരിയിലോ തോന്നിവാസങ്ങളിലോ പെടരുത് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ആഴ്ചയിൽ ബസ്സിൽ ഞാൻ കാണുകയാണ്. ഞാൻ വിചാരിച്ചു ദമ്പതികളാണ് വിചാരിച്ചു. നമ്മളുറക്കം പോയി. എന്തെല്ലാം കാട്ടിക്കുട്ടൽ അവർ കാണിച്ചുട്ടിന്നറിയോ? നോക്കുമ്പോ രണ്ട് സ്ഥാപനത്തിൽ പഠിക്കുന്നവരാ, 2 ക്ലാസ്സിലും 2 കോളേജിലും 2 നാട്ടിലും പഠിക്കുന്നവരാ. നാട്ടിൽ നിന്ന് കയറി വരികയാണ് തോന്നിയാസം. ഇത് നമ്മളെല്ലാരും അറിയിരിക്കും. എന്നെക്കാട്ടും നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്ത് വലിയ നാട് അത്രയും നശിച്ചു പോയിട്ടുണ്ട്. ദീന് നമ്മൾ ചർച്ച ചെയ്യാത്തോണ്ട. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഇൻഷാ അല്ലാഹ് ഒട്ടുമിക്ക സാധ്യതയും നാളെ രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിലധികം ചന്ദ്രൻ ആകാശത്തുണ്ട്. അതുകൊണ്ട് നാളെയായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ മാസം കാണുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണക്ക് തിട്ടപ്പെടുത്തലൊക്കെ അവസാനം, ആദ്യത്തിൽ ദർശിക്കുക, കാണുക എന്നതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിർദ്ദേശങ്ങളുണ്ട്. ഇനി അതൊന്നും കാണാത്തൊരു ലോകത്തോ കാലാവസ്ഥയിലോ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ കണക്കുകൾ അവലംബിക്കേണ്ടത്. സ്വാഭാവികമാണ് നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തത് മുസ്ലിം ആയിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് സുബ്ഹി ബാങ്കിന്റെ മുമ്പ് അയാൾ നിയ്യത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അയാൾക്ക് നിയ്യത്ത് വെച്ചിരിക്കണം. അയാൾ സുന്നത്ത് നോമ്പുകൾ സുബൈക്ക് ശേഷവും നമുക്ക് നിയ്യത്ത് വെക്കാം. ഫർദ് നോമ്പുകൾ അതിനു മുമ്പായിരിക്കണം. അതേപോലെ ബുദ്ധി ഉണ്ടായിരിക്കണം. സ്ത്രീകൾ അവരുമായി ബന്ധപ്പെട്ട ഹൈല്, നിഫാസ് എന്നിവയിൽ നിന്നൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കും. ഇത്രയുമാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുകൾ. ഇനി നോമ്പ് നിർബന്ധമാകണമെങ്കിലുള്ള ഷർത്തുകൾ: ഒന്ന്, നോമ്പ് എടുക്കാനുള്ള ആരോഗ്യശേഷി ഉണ്ടാവുക എന്നുള്ളത്. അത് നിർബന്ധമാണ്. കാരണം ഒരാളെയും പടച്ചോന് നോമ്പ് നോറ്റിട്ട് തലചുറ്റി വിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ദീനിലില്ല. ആരോഗ്യകരമായ അവസ്ഥയിലാണ് അയാൾക്ക് എന്തുള്ളൂ? നോമ്പ് നിർബന്ധമുള്ളൂ. പിന്നെ യാത്രക്കാരനല്ലാതിരിക്കുക. യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, യാത്ര അദാബാണ്. യാത്രയുമായി ബന്ധം എല്ലാ ചെറിയ യാത്രക്കൊന്നും ഇത് പറ്റൂല. യാത്ര തന്നെ ജോലിയായ ആൾക്കാർക്ക് ഉണ്ടാവും. അറിയാലോ, വിവരിക്കേണ്ടതില്ല. അതേപോലെ പ്രായപൂർത്തിയാവുക എന്നുള്ളത് ഈ ആളുകൾക്കൊക്കെ നോമ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് മാസം കാണുക എന്നുള്ളത്. അതായത് റമദാനിലേക്ക് പ്രവേശിക്കാൻ മാസം കാണുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ റമദാനിൽ ഒരു സെക്കൻഡ് പോലും പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു തിന്മയാകുന്നതോ നന്മയല്ലാത്തതോ ആയ ഒരു കാര്യത്തിൽ നമ്മൾ ചെലവഴിക്കരുത്. മുഴുവൻ സമയവും നന്മയിലായിരിക്കുക. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കലും, നല്ല ഈമാനികമായ ക്ലാസുകൾ കേൾക്കലും, അവിടുത്തെ നമ്മളെയും നമ്മുടെ മക്കളെ അവിടെ കൊണ്ടേയിരുത്തുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ കെട്ടിക്കിടക്കുന്ന ഈ സ്ത്രീകളെയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ വൈജ്ഞാനിക സദസ്സിലേക്ക് കൊണ്ടുപോയിരുത്തുക. എല്ലാവരും ഇരുന്ന് കാണുക, അതിന്റെ ഷെഡ്യൂളുകൾ ചെയ്യുക. അത്തരണത്തിൽ റമദാനിനെ നമ്മൾ മുതലാക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പരിശുദ്ധ റമദാനിൽ സ്ഫുടം ചെയ്യപ്പെടുക എന്നുള്ളത്. എല്ലാറ്റിനെയും കത്തിച്ചു കളയും, എല്ലാ തിന്മകളെയും. അതോടൊപ്പം തന്നെ നമ്മൾ സ്വന്തത്തെ നിയന്ത്രിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. എത്ര ഭക്ഷണവും വെള്ളവും നമ്മളെ മുന്നിലൂടെ ഒഴുകിയാലും,
ഞാൻ നോമ്പുകാരനാണ് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ. അത് നമുക്ക് സാധിക്കാറുണ്ട് പലപ്പോഴും. അതേപോലെയാണ് ലൈംഗിക വിശുദ്ധിയിൽ ഏറ്റവും നല്ല ജാഗ്രത നമുക്ക് വേണം. സ്വന്തം ഭാര്യയെ നോക്കിയ അള്ളാന്റെ റസൂൽ അനുവദിച്ച കൂലിണ്ട് എന്ന് പറഞ്ഞ സ്വന്തം ഭാര്യയുമായിട്ട് നോമ്പുകാരനായിരിക്കെ ഇണചേർന്നാൽ എന്താ പറഞ്ഞത്, ഒരു അടിമയെ മോചിപ്പിക്കുക പകരം, അല്ലെങ്കിൽ 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കുക സ്വന്തം ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടാൽ. അല്ലെങ്കിൽ അതിനും കഴിയാത്തവൻ 60 ആളുകൾക്ക് ഭക്ഷണം നൽകുക. അപ്പൊ ഭാര്യ എന്നല്ലാത്ത ആളുകളുമായിട്ടുള്ള ബന്ധം എല്ലാവരും ശ്രദ്ധിച്ചോളി. തട്ടിയാലും മുട്ടിയാലും നോക്കിയാലും ചിരിച്ചാലും ചാറ്റ് ചെയ്താലും ഒക്കെ ഏതായിരിക്കും നമുക്ക് അള്ളാഹ് നൽകുന്ന ശിക്ഷ. എല്ലാരും ഭയപ്പെടേണ്ടത് ഹറാമുകൾ ചെയ്യുമ്പോൾ ചിലപ്പോ നേർക്ക് നേരെ നമുക്ക് ശിക്ഷ കിട്ടൂല. നമ്മളിടത്തും വലത്തുമുള്ള അത്താണികളായ നമ്മളേറ്റവും പ്രിയപ്പെട്ടതിന് അള്ളാഹ് എടുത്തളയും. അത്ര വരെയുള്ള ശിക്ഷ നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു മനുഷ്യൻ ഹറാമിൽ പരിപൂർണമായി മുഴുകുക എന്ന് വിചാരിച്ചു, ഒരിക്കലും പിടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ആ ഹറാമിൽ ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ ഇടത്തുനിന്നും വലത്തുനിന്നും ഏറ്റവും നല്ലതിനെ അള്ളാഹ് തിരിച്ചെടുത്ത് കളയും. ചിന്തിക്കാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ. നമ്മളിങ്ങനെ തോന്നിയാസ്തി പോവുക. ഒരു ദിവസം നമ്മളെ പുന്നാര മോള് പോകുന്നു അള്ളാന്റെ അടുക്കലേക്ക്. ഒരു ആക്സിഡന്റിൽ ഒന്ന് പാമ്പ് കടിച്ചിട്ട്, ഒരു ഷോക്ക് അടിച്ചിട്ട് നമ്മുടെ ഭാര്യ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? അതുകൊണ്ട് ഹറാമുകൾ നിർത്തുക. ഇത് പേടിച്ചിട്ടല്ല, ഇത് ഇവിടുന്ന് കിട്ടുന്ന സാധനം. അതിനേക്കാളും വലിയ ശിക്ഷ എന്ത് സംഗതിയിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു കരുതൽ നമ്മുടെ കയ്യിൽ വേണം. ഫോണുകളൊക്കെ ഏറ്റവും അപകടകാരികളാണ്. ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ഫോണിന്റെ അകത്താണ്. എല്ലാവരും നിയന്ത്രിക്കാൻ സാധിക്കാത്തിടത്തേക്ക് പോകാതിരിക്കലാ നല്ലത്. അത്തരുണത്തിൽ അതിനാണ് പരിശുദ്ധ റമദാനിനെ ഒരു പരിചയാക്കി നമുക്ക് നിർത്തിയിട്ടുള്ളത്. ഈ ഒരു മാസം എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഇതൊക്കെ ശ്രദ്ധിച്ചൊരു മുസൽമാന് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കും? ഒന്നും നഷ്ടപ്പെടില്ല. അനുഗ്രഹീതമായ മാസമാണ്. അതിനെ മുതലാക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തില് ലീവ് സാധാരണ എടുക്കാറുള്ള ടൂറുകൾക്കും മറ്റൊക്കെ ലീവ് എടുക്കാറുള്ളവര് റമദാനി ലീവിന് അപ്ലൈ ചെയ്തോളി, എന്റെ അഭിപ്രായമാണ്. എന്നിട്ട് പള്ളിയിൽ വന്നിരിക്കും. ലീവുകളൊക്കെ ഇങ്ങോട്ട് വരുത്തും. എന്നിട്ട് ലീവ് എടുത്തിട്ട് ഈ ഒരു മാസം പ്രിയപ്പെട്ടവരെ നമ്മൾ വട്ടത്തിലിരുന്ന് സംസാരിക്കും, ഇരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, നല്ല ചർച്ചകൾ നടത്തും, ആളുകളെ സഹായിക്കുന്നിടത്ത് ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബയിലൊക്കെ നമുക്കത് പറയാം. അത്തരുണത്തിൽ ജാഗ്രത പുലർത്തി നോമ്പിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കഴിയാത്ത കുറെ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നോമ്പ് തുറക്കാനും നോമ്പ് നോക്കാനും അല്ലേ, അതിനൊക്കെ സാധിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടി ഈ നോമ്പിനെ ഏറ്റവും ധന്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. തിന്മകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് നന്മകൾ നേടിയെടുക്കാനുള്ള താല്പര്യവും ഈമാനും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.